ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായി നമ്മൾ ആ പാഠം ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. കഴിഞ്ഞ 2 പാർട്ടിലെയും ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിഗേഴ്സ് ഒബ്സർവ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒബ്സർവ് ദ ഗിവൺ ഫിഗേഴ്സ്. എന്തിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്? പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും ആണ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് പാർട്ട് ഓഫ് എ സെൽ ആർ മാർക്ക്ഡ് വിത്ത് ദ ലെറ്റേഴ്സ് എ ആൻഡ് ബി. സെല്ലിൻ്റെ ഏത് പാർട്ടാണ് എയും ബിയും കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. ഏതാ ഏത് പാർട്ടാ? സൈറ്റോപ്ലാസം അല്ലേ. 2 സെല്ലിൻ്റെയും എ എന്ന് പറയുന്നത് ഏതാണ്? സൈറ്റോപ്ലാസമാണ്. ബിയോ ന്യൂക്ലിയസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് എ സെൽ ഈസ് ഗിവൺ ഇൻ ഫിഗർ 1 and 2? വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഈസ് ഗിവൺ ഇൻ ഫിഗർ 1 ആൻഡ് വിച്ച് ടൈപ്പ് ഇൻ ഫിഗർ 2? ഏതാണ്? ഫിഗർ 1 എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലാണ്. ഫിഗർ 2 എന്താണ്? അനിമൽ സെൽ. പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും അതിന്റെ പാർട്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഫിഗർ 1 പ്ലാന്റ് സെൽ, ഫിഗർ 2 അനിമൽ സെൽ. 3 എന്താ? റൈറ്റ് എനി 2 ഡിഫറൻസസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ഗിവൺ സെൽസ്. തന്നിരിക്കുന്ന സെൽസിന്റെ 2 ഡിഫറൻസസ് എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ അനിമൽ സെൽ നമുക്ക് പറയാം. എന്താണ് ഡിഫറൻസ്? സെൽ മെംബ്രെയിൻ ഈസ് പ്രസന്റ്, വാക്യൂൾ ഈസ് സ്മോളർ. നമുക്ക് ഡിഫറൻസ് ആയിട്ട് അതേ പറയാൻ പറ്റും. എന്താണ്? സെൽ മെംബ്രെയിൻ പ്രസന്റ് ആണ്, വാക്യൂൾ ചെറുതാണ്. എന്നാൽ പ്ലാന്റ് സെല്ലിലോ സെൽ വാൾ ഈസ് പ്രസന്റ് അപ്പാർട്ട് ഫ്രം സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ കൂടാതെ സെൽ വാൾ ഉണ്ട്. വാക്യൂൾ ഈസ് ബിഗ്ഗർ. വാക്യൂൾ എന്താണ്? ബിഗ്ഗർ ആണ്. ഇതൊക്കെ ക്ലാസ്സിൽ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദ ഓർഗാനിസം ഗിവൺ ഇൻ ദ ഫിഗർ. റൈറ്റ് 2 ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? ഫിഗറിൽ തന്നിരിക്കുന്ന ഓർഗാനിസം നെയിം ചെയ്ത് അതിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ്. ഏതാണ് ആ ഓർഗാനിസം? ഏതാണിത്? യൂഗ്ലിന. എന്താണ്? യൂഗ്ലിനയാണ് തന്നിരിക്കുന്നത്. റൈറ്റ് 2 ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. 2 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ എന്തൊക്കെയാണ്? നമുക്കറിയാം. എന്താണ് യൂഗ്ലിന എന്ന് പറയുന്നത്? യൂണിസെല്ലുലർ ഓർഗാനിസം ആണ് അല്ലേ. ഇറ്റ് ഈസ് എ യൂണിസെല്ലുലർ ഓർഗാനിസം. പിന്നെന്ത് പറയാം? ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്. നേക്കഡ് ഐ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പം 2 ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് എ യൂണിസെല്ലുലർ ഓർഗാനിസം. ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു ഒബ്സർവ് ദ ഓർഗാനിസം? ഏത് ഇൻസ്ട്രുമെന്റാണ് ഉപയോഗിക്കുന്നത് ഈ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്യാൻ? മൈക്രോസ്കോപ്പ്. ഏതാണ്? മൈക്രോസ്കോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. വിച്ച് സെൽ ഈസ് ഷോൺ ഇൻ ദ പിക്ചർ. ഏത് സെല്ലാണ്? നെർവ് സെൽ, ന്യൂറോൺ ആണ് അല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. ഇതെന്താണ്? നെർവ് സെല്ലാണ്. അതിനെ ന്യൂറോൺ എന്നും പറയും. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ബൈ എ, ബി ആൻഡ് സി ഇൻ ദ പിക്ചർ. പിക്ചറിലെ എ, ബി, സി ഇവ എന്താണ്? എ സൈറ്റോപ്ലാസം, ബി എന്താ? ന്യൂക്ലിയസ്, സി സെൽ മെംബ്രെയിൻ. മനസ്സിലായല്ലോ. സൈറ്റോപ്ലാസം എ, ബി ന്യൂക്ലിയസ്, സി സെൽ മെംബ്രെയിൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ഓഫ് സെൽ മാർക്ക്ഡ് ബൈ ദ ലെറ്റർ ബി? ബി കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ? ബി എന്താണ്? ന്യൂക്ലിയസ് ആണല്ലേ. ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്ത് പഠിച്ചു നമ്മൾ? കൺട്രോൾസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഓർഗാനിസംസ് ഗിവൺ ഇൻ ദ എബോവ് ഡയഗ്രാംസ് ആൻഡ് നെയിം ദം. ഡയഗ്രാംസിൽ തന്നിരിക്കുന്ന ഓർഗാനിസംസ് ഐഡന്റിഫൈ ചെയ്യാനാണ്. എ എന്താ? അമീബ, ബി യൂഗ്ലിന, സി പാരമീസിയം. മനസ്സിലായല്ലോ. മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാ? എ അമീബ, ബി യൂഗ്ലിന, സി പാരമീസിയം. വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഓർഗാനിസംസ്? ഈ ഓർഗാനിസംസിന്റെ കോമൺ ഫീച്ചർ എന്താ? പ്രത്യേകത എന്താണ്? ദേ ആർ യൂണിസെല്ലുലർ ഓർഗാനിസംസ്. ഈ 3 എന്താണ്? യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആണ്. സജസ്റ്റ് എനി 1 മെത്തേഡ് ഫോർ ഒബ്സർവിംഗ് ദീസ് ടൈപ്സ് ഓഫ് ഓർഗാനിസം. ഈ ഓർഗാനിസംസിനെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറയാനാണ്. എന്താണ്? ഒബ്സർവ്ഡ് യൂസിങ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നേരത്തെയും ചോദിച്ചിരുന്നു. യൂഗ്ലിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യാന്ന്? യൂസിങ് മൈക്രോസ്കോപ്പ്. യൂണിസെല്ലുലർ ഓർഗാനിസംസ് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ്? മൈക്രോസ്കോപ്പ് കൊണ്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ് സെൽ ഡ്രോൺ ബൈ എ ചൈൽഡ്. ഒരു കുട്ടി വരച്ച പ്ലാന്റ് സെല്ലിന്റെ പിക്ചറാണ്. ഡു യു ഫൈൻഡ് എനി ഡിഫക്റ്റ് ഇൻ ദിസ് ഡയഗ്രാം?
ഇഫ് യെസ് ഗീവ് സജഷൻ ടു ദ ചൈൽഡ് ടു കറക്റ്റ് ദ ഡയഗ്രം. നിങ്ങൾ എന്തെങ്കിലും ഡിഫക്റ്റ് കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ശരിയായിട്ട് വരയ്ക്കാൻ, കറക്റ്റായിട്ട് വരയ്ക്കാൻ സജഷൻ കൊടുക്കാനാണ് പറയുന്നത്. എന്താണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഡു യു ഫൈൻഡ് എനി ഡിഫക്റ്റ് ഇൻ ദിസ് ഡയഗ്രാം? യെസ്, ഡിഫക്റ്റ് ഉണ്ടല്ലേ. എന്താണ്? സെൽ വോൾ ഈസ് പ്രസന്റ് ഓവർ ദ സെൽ മെംബ്രെയിൻ. പ്ലാന്റ് സെല്ലാകുമ്പോൾ സെൽ മെംബ്രെയിൻ്റെ മുകളിൽ സെൽ വാൾ വേണം. പിന്നെ എന്താണ്? വാക്യൂൾ ഈസ് ബിഗ്ഗർ. പ്ലാന്റ് സെല്ലിൻ്റെ വാക്യൂൾ ബിഗ്ഗർ ആണ്, ഇവിടെ സ്മോളർ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സജഷൻസ് എന്താണ്? ആ കുട്ടിക്ക് കൊടുക്കാൻ, കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ട സജഷൻ എഴുതാൻ പറഞ്ഞാൽ സെൽ വോൾ ഈസ് പ്രസന്റ് ഓവർ ദ സെൽ മെംബ്രെയിൻ, പിന്നെന്താണ്? വാക്യൂൾ ഈസ് ബിഗ്ഗർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റെക്ടിഫൈ ദ മിസ്റ്റേക്സ് ഇൻ ദ ഡയഗ്രാം ആൻഡ് ഡ്രോ ദ പ്ലാന്റ് സെൽ കറക്റ്റ്ലി. മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. വരച്ചിരിക്കുന്ന മിസ്റ്റേക്കൊക്കെ ശരിയാക്കി കറക്റ്റായിട്ട് വരയ്ക്കാൻ. അപ്പോൾ ഇതാണ് കറക്റ്റ് പിക്ചർ. കണ്ടല്ലോ എന്തൊക്കെയുണ്ട്? സെൽ വോളുണ്ട്, സൈറ്റോപ്ലാസം. ബി എന്താണ്? സൈറ്റോപ്ലാസം. എ സെൽ വോൾ. സി വാക്യൂൾ, വലിയ വാക്യൂളാണ് വരച്ചിരിക്കുന്നത്, അതിൽ സ്മോൾ ആയിരുന്നു. ഡി ന്യൂക്ലിയസ്. ഇവിടെ സെൽ വാൾ വരച്ചിട്ടുണ്ടല്ലേ. സെൽ മെംബ്രെയിനിന്റെ മുകളിൽ വേറൊരു സെൽ വാളും കൂടെ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി. ഒബ്സർവ് ചെയ്യുക പിക്ചർ. അത് കഴിഞ്ഞ് എന്താണ്? ഐഡന്റിഫൈ ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദെയർ നൈംസ്. പിക്ചർ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ നൈംസ് എഴുതാനാണ്. ഏതാണ് പിക്ചർ? എ എന്താണ്? അനിമൽ സെൽ. ബി പ്ലാന്റ് സെൽ. മനസ്സിലായല്ലോ? പ്ലാന്റ് സെൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ആ വാക്യൂൾ ബിഗ്ഗർ ആണ്, കണ്ടോ. പിന്നെ സെൽ മെംബ്രെയിൻ അല്ലാതെ ഒരു സെൽ വോളും കൂടെ ഉണ്ട്. ഡബിൾ ലെയർ കണ്ടോ, ഡബിൾ ലൈൻസ് ഉണ്ട്. ഔട്ട്ലൈൻ കണ്ടല്ലോ, ഡബിൾ ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ സെൽ വോളുണ്ട്. ഇവിടെ സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ. അനിമൽ സെല്ലിൽ ഒരു ലൈനാണ് ഔട്ട്ലൈനായിട്ട് വരച്ചിരിക്കുന്നത്, അവിടെ 2 ലൈനുണ്ട്. കാരണം സെൽ മെംബ്രെയിനും സെൽ വോളും. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നൈംസ് ഓഫ് ദ നമ്പേർഡ് പാർട്സ്. നമ്പർ ചെയ്തിരിക്കുന്ന പാർട്സിന്റെ നൈം എഴുതാനാണ്. ഏതൊക്കെയാ? ഒന്നാമത്തത് എന്താണ്? സെൽ വോളാണ്. രണ്ടാമത്തത് എന്താണ്? വാക്യൂൾ, ബിഗ്ഗർ വാക്യൂൾ. സെൽ മെംബ്രെയിൻ ആണ് 3. അനിമൽ സെല്ലിൻ്റെതാണ് മൂന്നാമത്തെ പാർട്ട്, സെൽ മെംബ്രെയിൻ. നാലാമത്തെ എന്താ? ന്യൂക്ലിയസ്. മനസ്സിലായല്ലോ? പ്ലാന്റ് സെല്ലിൻ്റെ 1, 2 പാർട്ട് എഴുതണം. അനിമൽ സെല്ലിൻ്റെ 3ഉം 4ഉം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് 2 സെൽസ്. അത് നമ്മൾ നേരത്തെ എഴുതി. എന്താണ്? പ്ലാന്റ് സെല്ലും അനിമൽസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ് സെല്ലിൽ വാക്യൂൾ ഈസ് ലാർജ്, ബട്ട് ഇൻ അനിമൽ സെൽ ഇറ്റ് ഈസ് സ്മോൾ. പ്ലാന്റ് സെൽ ഹാസ് സെൽ മെംബ്രെയിൻ ആൻഡ് സെൽ വോൾ. അനിമൽ സെൽ ഹാസ് ഓൺലി സെൽ മെംബ്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് സ്യൂട്ടബിളി ദ ഐറ്റംസ് ഓഫ് കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി. കോളം എയിലെ ഐറ്റംസ് കോളം ബിയുമായിട്ട് മാച്ച് ചെയ്ത് എഴുതാനാണ്. കോളം എയിൽ എന്തൊക്കെയാ? ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, മൈക്രോ ഓർഗാനിസം, സെൽ വോൾ. കോളം ബിയിലോ സെല്ലുലോസ്, മൈക്രോസ്കോപ്പ്, സ്റ്റൊമാറ്റ, സെൽ. അല്ലേ? ഇനി നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അതേതായിരിക്കും? ഡി ആണ്, സെല്ലാണ്. നമ്മൾ പഠിച്ചു. എന്താണ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്? എന്താണ്? സെല്ലാണെന്ന് പഠിച്ചു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഈ ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന പാർട്ട് ഏതാ? സ്റ്റൊമാറ്റ. ലീവ്സിൽ കാണുന്നതാണ്. പ്ലാന്റ് സെല്ലിൻ്റെ ലീഫിൽ കാണുന്ന സ്റ്റൊമാറ്റയാണ് ഈ ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കാൻ സഹായിക്കുന്നത്. അടുത്ത എന്താ? മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം വരുമ്പോൾ ഇതിലെന്തായിരിക്കും? മൈക്രോസ്കോപ്പ് ആയിരിക്കും അല്ലേ? മൈക്രോ ഓർഗാനിസം ഒബ്സർവ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിലൂടെയാണ്. സെൽ വോൾ. പ്ലാന്റ് സെല്ലിലെ സെൽ വോൾ, സെൽ മെംബ്രെയിൻ കൂടാതെ സെൽ വോൾ. സെൽ വോൾ എന്തായിരിക്കും? സെല്ലുലോസ് ആണ്. സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണ്. ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്താണ്? സ്റ്റൊമാറ്റയാണ്. മൈക്രോ ഓർഗാനിസം ഒബ്സർവ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിലൂടെയാണ്. സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഓർഗാനിസം ആൻഡ് റൈറ്റ് ദ നൈം. ഏതാണ് ആ ഓർഗാനിസം? യൂഗ്ലിന. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 3 തവണ ചോദിച്ചിട്ടുണ്ട്, ഞാൻ 3 തവണ പറഞ്ഞു. ഐഡന്റിഫൈ ദ ഓർഗാനിസം ആൻഡ് റൈറ്റ് ദ നൈം, യൂഗ്ലിന. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിന് നൈംസ് എഴുതാനാണ്. എന്താണ്? കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ നൈംസ് എഴുതുക. ചൂസ് ദ സ്യൂട്ടബിൾ നൈം ഫോർ ഈച്ച് ഫിഗർ ആൻഡ് റൈറ്റ്. അതിന് നൈം ഓരോന്നായിട്ട് പറഞ്ഞേ. എന്താണ്? എ മസിൽ സെല്ലാണ് അല്ലേ? നമ്മൾ മസിൽസ് പഠിച്ചപ്പോൾ പറഞ്ഞു. എ എന്താണ്? മസിൽ സെൽസ്. രണ്ടാമത്തെ ബിയോ അനിമൽ സെല്ലാണ്, അനിമൽ സെല്ലിൻ്റെ പിക്ചർ. സി നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ. ഡിയോ
വൈറ്റ് ബ്ലഡ് സെല്ലാണ്, വൈറ്റ് ബ്ലഡ് സെൽ. ഇയോ ചീക്ക് സെൽ. എഫ് എന്താണ്? പ്ലാന്റ് സെൽ. മനസ്സിലായല്ലോ? മസിൽ സെൽ, അനിമൽ സെൽ, ന്യൂറോൺ ഓർ നെർവ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ, ചീക്ക് സെൽ, പ്ലാന്റ് സെൽ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൈം എ യൂണിസെല്ലുലാർ ഓർഗാനിസം വിച്ച് ഈസ് ഫെമിലിയർ ടു യു. നമുക്ക് ഫെമിലിയർ ആയ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം എഴുതാനാണ്. ഏതെഴുതാം? അമീബ. ദ സൈസ് ഓഫ് ദ സെൽസ് ഡസ് നോട്ട് ഇൻക്രീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ. നമ്മുടെ ബോഡിയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സെല്ലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല എന്ന്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കെന്ത് പറയാം? യെസ്, ശരിയാണല്ലേ. ദ സൈസ് ഓഫ് ദ സെൽസ് ഡു നോട്ട് ഇൻക്രീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പറയാം? സൈസ് ഓഫ് ദ ബോഡി ഇൻക്രീസസ് ആസ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസസ്. എന്താണ്? നമ്മുടെ സൈസ് ഓഫ് ദ ബോഡി ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? സെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ബോഡി ഗ്രോ ചെയ്യുന്നത്. അല്ലാതെ സെല്ലിൻ്റെ സൈസ് നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിതിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് പഠിപ്പിച്ചപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.